പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള പങ്ക് ബോധ്യപ്പെട്ടതോടെ ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും സംഭവിച്ചേക്കാമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ മറുപടി ഉടനുണ്ടാകുമെന്ന ഭീതിയിൽ കഴിയുന്ന പാകിസ്ഥാൻ ആക്രമണം തടയുന്നതിനായി ലോകരാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി മധ്യസ്ഥതയ്ക്കുള്ള സാധ്യത തേടിയിരുന്നു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായതിനിടെ തുർക്കി നാവികസേനയുടെ കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തി. തുർക്കി നാവികസേനയുടെ DCG ബുയുഖഡയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സമുദ്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കപ്പലെത്തിയത്. അതേസമയം തന്നെ ഇത് ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള ഒരു നീക്കമാണെങ്കിൽ തിരിച്ചടിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ. കപ്പൽ ഇപ്പോൾ കറാച്ചി തീരം തൊട്ടതിനെ സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. നേരത്തെ തുർക്കി വ്യോമസേനയുടെ വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെയാണ് കപ്പലും എത്തിയത്. പാകിസ്ഥാൻ സൈന്യത്തിനുള്ള പടക്കോപ്പുകളുമായിട്ടാണ് തുർക്കി വിമാനം എത്തിയതെന്ന വാർത്തകൾ തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. തുറമുഖത്ത് തുർക്കി നാവികസേനയുടെ കപ്പൽ വന്നു ചേർന്നതായി പാകിസ്ഥാൻ നാവികസേനയാണ് സ്ഥിരീകരിച്ചത്. പാകിസ്ഥാൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനാണ് തുർക്കി കപ്പലിനെ തുറമുഖത്ത് സ്വീകരിച്ചത്. ഇക്കാര്യം ഡയറക്ടറേറ്റ് ജനറൽ പബ്ലിക് റിലേഷൻസ് ആണ് മാധ്യമങ്ങളെ അറിയിച്ചത്. അതേസമയം ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്.